ഇത് ഇന്നലെ ചെയ്തതിനേക്കാളും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ചോദ്യം തന്നെയാണിത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ വലുതായിട്ട് തന്നെ നമുക്ക് ഒന്നും അറിയില്ലാത്ത ഇത് തെറ്റായ രീതി ചെയ്യുന്നത്. ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ LD ക്ലർക്കിന്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് തന്നെ. ഈ അടുത്ത് കഴിഞ്ഞ LD ക്ലർക്കിന്റെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ അത് അറിയാൻ പറ്റും. എന്താണ് ഈ ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ ആൻസർ എന്താണെന്നാക്കാം. നമുക്കൊന്ന് പരിചയപ്പെടാം. A+B+C എന്ന് പറയുന്നത് 12 ആണ്. B+C = 20 ആണ്. ഫൈൻഡ് C എന്നാ ചോദിച്ചേക്കണം ആര്. ഇത് അധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് സിമ്പിൾ ആയിട്ട് തന്നെ പറയാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 12 ഇല്ലേ, ഈ 12നെ ഈ 20നെ ആദ്യം നമ്മൾ ഇൻറ്റു ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിവൈഡ് ബൈ 20 മൈനസ് 12 ചെയ്യാം. ഇത്ര ഉള്ള കാര്യം. ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ആദ്യം തന്നേക്കുന്ന രണ്ട് നമ്പറിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ ആ തന്ന നമ്പറിനെ മൈനസും ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ആൻസർ കിട്ടും. നമുക്ക് ചെയ്താലോ. ആദ്യം എത്രയാ, 20 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 20 മൈനസ് 12. 20 × 12 എന്ന് പറയുമ്പോൾ എത്രയാണ്, 240 അല്ലേ. അതേ ഡിവൈഡ് ബൈ 20 മൈനസ് 12 8 കിട്ടും അല്ലേ. അപ്പോൾ ആ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 30 അല്ലേ. അപ്പോൾ 30 ദിവസമാണ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത്, 30 ഡേയ്സ്. ഇതാണ് നമ്മളിവിടെ പഠിച്ച ആൻസർ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. 1 മുതൽ 90 വരെ ക്യൂബ് റൂട്ട് നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിരിക്കണം, സ്ക്വയർ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ 25 ആയിരിക്കും തന്നേക്കണം, ഇവിടെ ഒരു 55 ആയിരിക്കും തന്നേക്കണം. നമ്മളിത് എങ്ങനെ ചെയ്യും? 12 × 55 പെട്ടെന്ന് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഇതിന്റെ നമുക്ക് ഓരോന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കാണപ്പാഠം അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇത് വിത്തിൻ 5 സെക്കൻഡിനുള്ളിൽ ഈ പ്രോബ്ലം ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലത്തെ ഒരു സിമിലർ ആയിട്ട് ചോദ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സോറി A+B+C = 30 എന്നാണ് വെച്ചോ. അങ്ങനെയെങ്കിൽ A+C = 20 ആണെന്ന് വെച്ചോ. ഫൈൻഡ് B. നിങ്ങളപ്പോ എന്ത് ചെയ്യും? എങ്ങനെ ഇത് കണ്ടുപിടിക്കും? സിമ്പിൾ ആണ് ഗൈസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 30 × 20 ചെയ്യുക. അതേ ഡിവൈഡ് ബൈ 30 മൈനസ് 20 എന്നുവെച്ചാൽ വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ. ഇത്രേ ഉള്ളൂ. നമ്മൾ ചെറിയ സംഖ്യ വലിയ സംഖ്യ മൈനസ് ചെയ്ത് മൈനസ് വരും, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തില്ല. സോ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എത്രയാവും, 600 അല്ലെ. ഡിവൈഡ് ബൈ എത്രയാ, 10. അപ്പൊ ആൻസർ എത്രയാ, ജസ്റ്റ് 16 അല്ലേ. കറക്റ്റ് അല്ലേ? നിങ്ങൾ തന്നെ ചെയ്തിട്ട് പറ കേട്ടോ. ഹായ് ഗായ്സ്, അടുത്ത ചോദ്യത്തിൽ പിന്നെ കാണാം.